സഹൃദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 16 മാച്ച് 3 ബ്രസീൽ വേഴ്സസ് നോർവേ കളി കഴിഞ്ഞിരിക്കുകയാണ്. 2-1 എന്ന സ്കോറിന് നോർവേ ബ്രസീലിനെ അടിച്ചിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അടിയായി പോയത്. 2 ഗോളും ഹാളണ്ടാണ് അടിച്ചിരിക്കുന്നത്. 79-ാമത്തെ മിനിറ്റിലും 90-ാമത്തെ മിനിറ്റിലും നോർവേക്ക് 2 ഗോൾ ഹാളണ്ട് അടിച്ചു. അതും അന്ത്രേസ് സ്കഡ്ജറപ്പിൻ്റെ അസിസ്റ്റ് തന്നെയാണ് 2 ഗോളിനും. അത് ഒന്നും പറയില്ല. 90+10 നെയ്മർ ഒരു പെനാൽറ്റി ഫിനിഷ് ചെയ്തതാണ് ബ്രസീലിൻ്റെ ഏക ഗോൾ. അങ്ങനെ 2-1 എന്ന സ്കോറിൽ ബ്രസീൽ പുറത്തായി. കളി തുടങ്ങി 6-ാമത്തെ മിനിറ്റിൽ നോർവേ ഒരു ഗോൾ അടിച്ചായിരുന്നു. പിന്നെ അത് ഓഫ് സൈഡ് വിളിച്ച് പറഞ്ഞാൽ ആ ഗോൾ കൊടുത്തില്ല. അത് കഴിഞ്ഞ് 18-ാമത്തെ മിനിറ്റിൽ ബ്രസീലിന് ഒരു പെനാൽറ്റി കിട്ടി ഒരു വാർ റിവ്യൂയിലൂടെ. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് മിസ്സാക്കി തന്നെ പറയാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിരുന്നു കളി മുന്നോട്ട് പോകുന്നത്. ബ്രൂണോ ഗ്യൂമറസ് അത് എടുത്തത് നമ്മുടെ ഒറിജിനൽ ഐലൻഡ് സേവ് ചെയ്തു. ഒന്നും പറയില്ല. അതോടുകൂടി നോർവേ ഡിഫൻസീവ് ടീം അങ്ങ് ഫുള്ളി ഓണായി കോമ്പാക്റ്റായിട്ട് അവർ ഫുള്ളൊരു വേറൊരു മുഴുവൻ കളി തുടങ്ങുകയാണ്. അതിനൊരു എന്താ പറയുക, ഒരു 45+3 ആയപ്പോൾ ഒടേകാൻ്റെ ഒരു ഷോട്ട് അലിസൺ ബേക്കർ സേവ് ചെയ്തായിരുന്നു. അതിന് പിന്നെ സെക്കൻഡ് ഹാഫിൽ 75-ാമത്തെ മിനിറ്റിൽ ഹാളണ്ട് ഒരു ഷോട്ട് വീണ്ടും അലിസൺ സേവ് ചെയ്തായിരുന്നു. 79-ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഗോൾ ഹാളണ്ട് ഹെഡർ നമ്മുടെ സ്കഡ്ജറപ്പിൻ്റെ ഒരു ക്രോസ് ഹെഡ് ചെയ്ത് കെടുക്കാച്ചിയായിട്ട് ഗോൾ കയറി 1-0 ആക്കുക. 90-ാമത്തെ മിനിറ്റിൽ സെക്കൻഡ് ഗോൾ കൂടെ അടിച്ച് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഗോൾ അടിച്ച് നെയ്മർ 2-1. അപ്പോഴത്തേക്ക് നെയ്മർ ഗോൾ കീപ്പറായിട്ട് നൈലൻഡായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി ടീം. ശരിക്കും പറഞ്ഞാൽ അഞ്ചലിയുടെ ടീം എന്താ പറയുക, പൊസിഷൻ ഡോമിനേറ്റ് തന്നെയാണ് കളിച്ചത്. അതുപോലെ പൊസിഷൻ പിടിക്കാൻ വേണ്ടി നോർവേ നോക്കിയില്ല. നോർവേ കോമ്പാക്ട് ഡിഫൻസീവ് ബ്ലോക്കുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സാധനം. അതുപോലെ എന്താ പറയുക, ഒടകാളിലും ആളനിലൂടെ ഉള്ള കൗണ്ടേഴ്സും വിട്ട് യൂസ് ചെയ്തുള്ള മുന്നോട്ടുള്ള പോക്കും ഒക്കെ തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്താ പറയുക, നമ്മുടെ സൊൽബേക്കൻ കോച്ച്, നോർവേയുടെ കോച്ച്, പുള്ളിക്കാരൻ എന്താ പറയുക, ഷജറപ്പിനെ ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയതിന് ശേഷമാണ്, അതാണ് ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതിനുശേഷം അവരുടെ കളി അങ്ങോട്ട് മാറിയും ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്സും പിന്നെ അതിൻ്റെ കൂടെ ഹാളൻ്റെ ക്ലിനിക്കൽ ഫിനിഷിംഗ് കൂടെ ആയപ്പോഴത്തേക്ക് സമ്പൂർണ്ണമായി. എന്തായാലും ഡിഫൻസീവ് ഡിസിപ്ലിൻ അസാധ്യം തന്നെയായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ നോർവേയുടെ. അതേസമയം സെക്കൻഡ് ഹാഫിൽ എന്താ പറയുക, നമ്മുടെ ബ്രസീൽ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ നോർവേയുടെ കൗണ്ടേഴ്സിനൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ആ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരെ ഒരു 2-3 സെക്കൻഡ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടി. അത് തന്നെയാണ് ഒരു എന്താ പറയുക ബ്രസീലിൻ്റെ ഒരു തോൽവിക്ക് മറ്റൊരു കാരണം കൂടെയായിട്ട് പറയാം. എന്തായാലും ആ ഒരു പെനാൽറ്റി കളഞ്ഞത് ഉറപ്പായിട്ടും ബ്രസീലിനെ നന്നായി ബാധിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും അടുത്ത കളിയുടെ വിശേഷമായിട്ട് കാണുമ്പോഴേക്കും ബൈ.